നമുക്കിന്ന് അല്പം പോത്തിറച്ചി അച്ചാറുണ്ടാക്കിയാലോ. അപ്പോൾ ഇറച്ചി ചെറു കഷ്ണങ്ങളായി അരിഞ്ഞ് വൃത്തിയായി കഴുകി ഒരു കിഴുത്തയുള്ള പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം നമുക്കിവനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിലേക്കായി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ഗരം മസാല, മീറ്റ് മസാല, അച്ചാർ പൊടി. അതിനുശേഷം അല്പം തൈര് ഒഴിക്കുന്നു. തൈരൊഴിച്ച് നല്ല ഇതിനെ അങ്ങ് ഞെരടി മസാല ഇതിൽ പിടിപ്പിക്കുക. ശേഷം അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. വീണ്ടും നന്നായി ഞെരടുക. ഞെരടിയ ശേഷം ഇവനെ ഒരു ചെറു കുക്കറിലേക്ക് ഇടുക. ഒരു 4 വിസിലടിച്ചതിന് ശേഷം നമുക്ക് കുക്കറിൽ നിന്നെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുന്നതിനായി നല്ല കട്ടിയുള്ള ഒരു പാത്രം, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇടുക. നമ്മുടെ വേവിച്ച് വെച്ച ഇറച്ചി നമുക്ക് നന്നായി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ആ പാത്രത്തിലേക്ക് ഇടുക. നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇവനെ ഒരു അരിപ്പ തവി വെച്ച് കോരിയെടുത്ത് നമുക്ക് മറ്റൊരു കിഴുത്തപ്പതിൽ എണ്ണമയം പോകുന്നതിന് വേണ്ടി അതിനുശേഷം ഞാൻ നല്ലെണ്ണയിലാണ് അച്ചാർ പിന്നെ ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, അതിനുശേഷം കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് ഇവനെ ഒന്ന് നന്നായി ഇളക്കുക. ഒരു റാഡിഷ് ബ്രൗൺ പരുവാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ, കായം, ഉലുവാപ്പൊടി ഇവയിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം വിനെഗർ ഒഴിച്ച് കൊടുക്കുക. വിനെഗർ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി എല്ലാ കഷ്ണങ്ങളിലും മസാല നമ്മുടെ പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ അച്ചാർ അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അല്പം വിശ്രമിക്കണം. ഓക്കെ, അടുത്ത ഒരു വീഡിയോയുമായി വരുന്നിടം വരെ കാത്തിരിക്കുക. ബൈ.